എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ ഈ വീഡിയോ ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ്. അതായത് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നതിൻ്റെ കണ്ടൻസ് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ജീവിതശൈലി മാതാപിതാക്കളിലും കുഞ്ഞുങ്ങളും തന്നെ പല വ്യത്യസ്ത രീതിയിലാണുള്ളത്. പലരും ഈ ആരോഗ്യം എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതിനെ പറ്റി ശ്രദ്ധിക്കാറില്ല. ഒരു പക്ഷേ ആൾക്കാർ കരുതിക്കാനും വല്ല ത്രെഡ്മിൽ ഇങ്ങനെയൊക്കെയുള്ള എക്യുപ്മെൻറ്റ്സ് വാങ്ങി വീട്ടിൽ വെച്ച് അങ്ങനെയൊക്കെ ചിലർ വിചാരിച്ചിരിക്കുക. എന്നാൽ ഒരു രൂപ പോലും മുടക്കാതെ നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാം. ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഏത് മനുഷ്യ ശരീരത്തിലും ഈ ക്യാൻസർ സെല്ലുകളുണ്ട്. ആ ക്യാൻസർ സെല്ലുകൾ എപ്പോഴാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ആരോഗ്യം നശിക്കുമ്പോൾ ഈ ക്യാൻസർ സെല്ലുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതാരും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ചിലർ പറഞ്ഞു, നമ്മൾ ഒരു വിശേഷം ചോദിക്കും, സുഖമാണോ? അതെ. എന്തായി? ചെറിയൊരു കുഴപ്പം. എന്താണ്? ക്യാൻസറിൻ്റെ ആരംഭം. എങ്ങനെ സംഭവിക്കുന്നു? നാം മൂലം സംഭവിക്കുന്നു. എന്തിനാണ്? ഒരു വീട്ടിൽ ഒരു രോഗി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ ആ രോഗി മാത്രമല്ല, മറ്റുള്ള എല്ലാവരും ആ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് കഴിയുന്നതും ഓരോ ഇൻഡിവിജ്വൽസ് ദയവ് ചെയ്ത് ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുക. രോഗമില്ലാത്ത ഒരു കുടുംബമായി വാർത്തെടുക്കുക. അനായാസം സാധിക്കും. അത് എങ്ങനെയാണെന്നോട് ഞാൻ പറയാം. ഫസ്റ്റ്, സമയം, കൃത്യത. എല്ലാത്തിനും ഒരു കൃത്യത ഉണ്ടാകണം. സമയത്തിന് രാവിലെയുള്ള ഭക്ഷണം, ഉച്ചയ്ക്കുള്ള ഭക്ഷണം, അത്താഴം, ഇതിനൊക്കെ ഒരു സമയം ക്രമീകരിക്കുക. ഒരിക്കലും രാവിലെ ഹെവി ഫുഡ് കഴിക്കാതിരിക്കുക. വെരി ലൈറ്റ്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ നമ്മുടെ പരമ്പരാഗതമായ ശൈലി വെച്ചൊക്കെ രാവിലെ എല്ലാവരും കഴിക്കുന്നത് കഞ്ഞി, ഒരു പക്ഷേ പഴയ കഞ്ഞിയാകാം, അല്ലെങ്കിൽ അപ്പോൾ പ്രിപ്പയർ ചെയ്ത കഞ്ഞിയുമാകാം. ഒപ്പം എന്തെങ്കിലും ഒരു ചട്നി ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാണും. വെരി സിമ്പിൾ ഫുഡ്. ഈ ആഹാരം കഴിച്ചാണ് അവർ പാടത്തിറങ്ങി പണി ചെയ്യുന്നത്. എന്നിട്ടപ്പോൾ 1 മണിയാകുമ്പോൾ അവർക്കൊരു ഫുഡ് കിട്ടുന്നു. അന്നും അപ്പോഴും അവർക്ക് ഇന്ന് കിട്ടുന്ന ജങ്ക് ഫുഡ് കിച്ചനും ബീഫും മറ്റേ ഈ മാംസങ്ങളോ പക്ഷികളോ ഒന്നുമല്ല. സസ്യാഹാരം, വെജിറ്റബിൾ ഫുഡ്, ഒരു പക്ഷേ മത്സ്യം എന്തെങ്കിലും കിട്ടിയാൽ ഭാഗ്യമായി. ഈവനിങ്ങും ലൈറ്റ് ഫുഡ്. അവരുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ 80, 90, 95, 100 വയസ്സ് വരെ യാതൊരു കുഴപ്പമില്ലാതെ പോകുന്നു. എന്തുകൊണ്ട്? അത് അവരുടെ സിസ്റ്റം അങ്ങനെയാണ്. അതുപോലെ നമുക്ക് ഇപ്പോഴാക്കാം. തെറ്റിദ്ധാരണയാണ്, അന്നത്തെ കാലമല്ല, അന്ന് എന്താ പറയുക, മരുന്നടിക്കാത്ത, വിഷമടിക്കാത്ത പച്ചക്കറി ഒക്കെ ശരിയാണ്. അതിപ്പോഴും ഇവിടെയും നമുക്കും ആക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആരും ശ്രദ്ധിക്കില്ല. പോട്ടെ, നമുക്ക് സബ്ജക്റ്റിൽ കിടക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ ഒരു സമയം പ്രതി അറ്റ്ലീസ്റ്റ് യു മസ്റ്റ് ഗെറ്റ് അപ്പ് ബൈ 5 o'clock. 5 മണിക്ക് ഉണർന്നിരിക്കണം. 5 മണിക്ക് ഉണർന്നിട്ട് ചാടി ബെഡിൽ നിന്ന് എഴുന്നേൽക്കരുത്. 1 മിനിറ്റ് ബെഡിലിരിക്കുക. ആ 1 മിനിറ്റ് സമയം ഒന്ന് ഈശ്വരനെക്കുറിച്ച് ധ്യാനിക്കുക. നല്ലത് തരണേ, എനിക്കും എൻ്റെ എൻ്റെ സുഹൃത്തുക്കൾക്കും ശത്രുക്കൾക്ക് നല്ലത് കൊടുക്കണേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആ സമയത്ത് അമ്പലങ്ങളിൽ നിന്നും പള്ളിയിൽ നിന്നും നല്ല സുപ്രഭാത ഗീതങ്ങൾ നിങ്ങൾക്ക് ശ്രമിക്കാൻ സാധിക്കും. അതൊരു ഇതാണ്. ഒപ്പം വലിയ കിളികൾ ചലിക്കുന്നത് ഒക്കെ സൗണ്ട് കേട്ടാൽ ഈസ് എ ഗുഡ് അറ്റ്മോസ്ഫിയർ. അതിന് ശ്രമിക്കുക. ശേഷം ഞാൻ പറഞ്ഞു 1 മിനിറ്റിനുണ്ട്. ശേഷം ടേക്ക് ഒരു ഗ്ലാസ് പ്ലെയിൻ വാട്ടർ കുടിക്കുക, നോർമൽ വാട്ടർ. കുടിച്ചതിന് ശേഷം ഉണരാം. നിങ്ങൾ എഴുന്നേറ്റ് പിന്നെ ചെയ്യാനുള്ളത്, ആദ്യം മൊത്തം ഇങ്ങനെ ഒരു 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്, 25, ഇങ്ങനെ കണ്ടിന്യൂ നിങ്ങൾക്കൊരു സമയം ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യുകയും, പകൽ സമയം നിങ്ങൾ യൂട്യൂബ് നോക്കുക. കുട്ടികളോട് പറഞ്ഞവരോട് കാണിച്ചത് യൂട്യൂബിൽ പ്രായത്തിന് അനുസരണമായ എന്തൊക്കെ എക്സസൈസ് ചെയ്യാമെന്ന് യൂട്യൂബിൽ അനായാസം കിട്ടും. ഒത്തിരി ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ട്. അതനുസരിച്ച് ചെറിയ രീതിയിലൊരു വ്യായാമം നടത്തുക. നിങ്ങൾ രാവിലെ പുറത്തിറങ്ങി പോകേണ്ട, പട്ടികളുടെ ശല്യം ഉണ്ടൊന്നും വേണ്ട, വീട്ടിൻ്റെ ഉമ്മറത്തിന് വെച്ചാൽ ചെറിയ രീതിയിലൊരു വ്യായാമം ചെയ്യുക. രാവിലത്തെ ലഘു ഭക്ഷണം കഴിക്കുക. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ആഹാരം വീട്ടിൽ തന്നെ പാചകം ചെയ്ത് കണ്ടുപോയിക്കുക. വൈകുന്നേരം കൃത്യസമയത്തിന് വീട്ടിലേക്ക് മടങ്ങുക. എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രഷപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ കുഞ്ഞുങ്ങളോടൊപ്പം അവരുടെ പഠിത്ത കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കറക്റ്റ് 7 7:30 മണിക്കോ വീട്ടിൽ അത്താഴവും കഴിക്കുക. വീട്ടിൽ അത്താഴം കഴിച്ചതിന് ശേഷം
ഭാര്യയും ജോലിക്ക് പോവുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും ഒപ്പം നിന്ന് കിച്ചണിൽ കയറി അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ വെസൽസ് ക്ലീൻ ചെയ്യാനോ എന്തിനുമാണ് അവരെ സഹായിച്ചാൽ അത് അവർക്കും ഒരു 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 സന്തോഷമായിരിക്കും, ഒരു ഹെൽപ്പായിരിക്കും. കാരണം അവരും ജോലി ചെയ്ത് നിങ്ങൾ രണ്ടു കൂട്ടരും ഭാര്യയും ഭർത്താവും ജോലി ചെയ്ത് വരുമ്പോൾ ക്ഷീണം കാണും. പക്ഷെ ആ ക്ഷീണം രണ്ടുപേരും ചേർന്ന് നിന്ന് ഷെയർ ചെയ്യുക. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കും. ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് വളരെ ഒരു കൗതുകമായേക്കാം, അത് ആ പ്രാക്ടീസ് ഇല്ലാത്തത്. പക്ഷേ കുഞ്ഞുങ്ങൾ നാളെ അത് അഡാപ്റ്റ് ചെയ്യും. അത് വളരെ ശ്രദ്ധിക്കണം. ഒപ്പം കറക്റ്റ് സമയത്തിന് അറ്റ്ലീസ്റ്റ് ബൈ 10-15 ഉറങ്ങുക. കുട്ടികളെ ഉറങ്ങാനുള്ള ഇതെല്ലാം ചെയ്യുമ്പോൾ യുവർ ടൈം വിൽ ബി മാനേജ്. പക്ഷേ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, കുറച്ച് കഴിഞ്ഞാൽ നോർമലായും. ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്താൽ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റം അനുഭവിക്കാൻ പറ്റും. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ബോഡി ഏതാണ്ട് നിങ്ങളുടെ കൺട്രോളായി കഴിയും. ഇനി ഇതൊന്നുമില്ലാതെ മറ്റൊരു ഭാഗം കൂടെ പറയാം. ഇത് ചെയ്യാതെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പകൽ ഏതെങ്കിലും കടകൾക്ക് ഉള്ള ജങ്ക് ഫുഡും കഴിഞ്ഞ് വൈകുന്നേരം കൂട്ടുകാരന്മാരുടെ കമ്പനി കഴിച്ച് ഉള്ള ഈ വില കുറഞ്ഞ മദ്യം കഴിഞ്ഞ് അടിച്ച് ഫിറ്റായിട്ട് വീട്ടിൽ വന്ന് അവിടെ അസാരസ്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു വയ്ക്കുക, ഏതാണ് ദിസ് ആർ ദാറ്റ്, അതാണോ ഇതാണോ നല്ലതെന്ന് ഒന്ന് ചിന്തിക്കാം. സോ നമ്മൾ ഒരിക്കലും വീട്ടിൽ അസ്വസ്ഥത ഉണ്ടാക്കരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നമുക്കൊരു അസുഖം വന്നാൽ ഇപ്പോൾ കാണുന്നതെല്ലാം പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ തകർത്ത് കളയും. ഈവൻ ഇപ്പോൾ നടക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയി ഒരാൾ മരിച്ചാൽ തന്നെ 2 ദിവസം കൊണ്ട് ഐസിയുലാൻ കിട്ടേക്കും. കാര്യം അവർക്ക് പൈസ വാങ്ങാൻ വേണ്ടി. അവസാനം പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലാകുമ്പോൾ അവരൊന്നും നമുക്ക് എതിർക്കാൻ പറ്റില്ല. കാരണം ദേ ആർ ബിഗ് പീപ്പിൾ. സോ അവർ പറയുന്നത് സത്യമായി കണ്ട് ഉള്ള കിടപ്പാടം വിറ്റ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കൊടുത്തതെന്ന് വെച്ചാൽ ബോഡി കൊടുക്കുന്ന സംസാരിക്കുന്ന ജീവിതം കോഞ്ഞാട്ട. ഈ ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. ദയവ് ചെയ്ത് സുഹൃത്തുക്കളെ, ലൈഫ് ഡിസിപ്ലിനാക്കുക. അത് കഴിയുന്നതും നിങ്ങൾ ഈ മൃഗത്തിൻ്റെയും പക്ഷികളുടെയും മാംസങ്ങൾ അത് കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറയ്ക്കുക. മാക്സിമം ഒരിക്കലും ഈ ജങ്ക് ഫുഡ് പുറത്തുനിന്ന് നിങ്ങൾ കഴിക്കാതിരിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തീറ്റിപ്പിക്കാതിരിക്കുക. ഓക്കെ, once in a while മാസം എന്തെങ്കിലും ഒരു ചേഞ്ചിന് സംതിങ് ക്യാൻ ഡു ഇറ്റ്. വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക. നിങ്ങൾക്കൊരിക്കലും ഒരു അസുഖം ഉണ്ടാകില്ല. ചെറിയ വല്ല എന്താ പറയുക സംതിങ് കോൾഡ് എഫക്റ്റോ കുഞ്ഞു പനി അതൊക്കെ ഉണ്ടാകും. അത് ഈ വെതറിൻ്റെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഉണ്ടാകുന്നതാണ്. സോ വീണ്ടും പറയുന്നു, ഏതൊരു ശരീരത്തും ഏത് തരത്തിലുള്ള ആൾക്കാരും അവരുടെ ശരീരത്തിൽ ക്യാൻസർ സെൽ ഉണ്ട്. ഈ ക്യാൻസർ സെൽ എപ്പോഴാണ് നമ്മുടെ ശരീരത്തിന് അറ്റാക്ക് ചെയ്യുന്നത്? നമ്മുടെ ആരോഗ്യം വീക്കാകുമ്പോൾ തുടങ്ങും. അപ്പോൾ പിന്നെ തുടങ്ങും കിഡ്നി പ്രശ്നം തുടങ്ങി, ലിവർ പ്രശ്നം നോക്കും, അതുകൊണ്ട് എല്ലാ പരിപാടിയും തുടങ്ങും. പിന്നെ ഷുഗർ പ്രശ്നം തുടങ്ങി, ഇതെല്ലാം ചെയ്യും. ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാം. ഒന്ന് ആലോചിക്കുക, മുൻകാലങ്ങളിൽ ചെറിയ വീട്ടിലുള്ള ആഹാരവും അതൊക്കെ സഹിച്ച് അവർ ജീവിച്ച് അധ്വാനിച്ച് അവർ 90, 95, 100 വയസ്സ് വരെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്താണ്, 50 വയസ്സ് കഴിയുമ്പോൾ ചെറുപ്പക്കാർ നേരെ ഹോസ്പിറ്റലിൽ പല ഡിസീസായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇവൻ 100 വയസ്സിൽ ഉപയോഗിക്കേണ്ട മദ്യം ചിലർ 100 വയസ്സ് കൊണ്ട് ഉപയോഗിക്കേണ്ട കൺസ്യൂഷൻ ഇവൻ 25 വർഷം കൊണ്ട് ചെയ്യുമ്പോൾ ഈ ബോഡി എങ്ങനെ താങ്ങത്തില്ല, ഡാമേജ് ആയിപ്പോവും. സോ ഞാൻ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സമയത്തെ കളയാൻ ഉദ്ദേശിക്കുന്നത്, ദയവ് ചെയ്ത് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതശൈലിയോട് മാറുക. നിങ്ങൾക്ക് ആദ്യം തുടക്കത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക, ഞങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ഗൈഡൻസ് തരാം. നിങ്ങളോടൊപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെയാണ്. നൗ ഐ ആം ടെല്ലിങ്, എനിക്ക് 82 വയസ്സായി എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഈ പറഞ്ഞ ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഐ ആം ടേക്കിംഗ് ഓൺലി 2 times ഫുഡ്, രാവിലത്തെ ഭക്ഷണവും ലഞ്ചും, ദാറ്റ്സ് ഓൾ. നോ ഈവനിങ്, നോ ഫുഡ്, എനിക്കൊരു കുഴപ്പമില്ല. ഐ ടേക്ക് എ ഗുഡ് വാട്ടർ, സംതിങ് ലൈക്ക് ദാറ്റ്. അതെ, ഞാനിപ്പോൾ പറയുന്ന എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല, ബട്ട് സാധിക്കും. ഇറ്റ് ഈസ് വെരി ഈസി. ഞാൻ മുമ്പ് മത്സ്യവും മാംസവും ഒക്കെ കഴിച്ച് നല്ല മദ്യമില്ല, നത്തിങ്. ബട്ട് ഐ ആം നോട്ട് ടെല്ലിങ് ഞാൻ ടോട്ടലി മദ്യം വെൻ അത് തോന്നുമ്പോൾ വല്ലപ്പോഴും, once in a while, നോട്ട് നോ ഹാബിറ്റ്സ്. സോ നമുക്കൊന്നായി നിങ്ങളോടൊപ്പം പരസ്പരം ചേരുക. നാളെ മുതൽ നല്ലൊരു ജീവിത ശൈലിക്ക് തുടക്കം കുറിക്കാം. നമുക്ക്
രോഗികളാകണ്ട. ജീവൻ, ഈശ്വരൻ തന്ന ജീവൻ സമാധാനമായി നല്ല രീതിയിൽ ആസ്വദിച്ച് നമുക്ക് മുകളിലോട്ട് പോകാം. അതല്ലേ നല്ലത്. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളുമായി. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.